നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളും വ്യക്തിയും, ഈ വ്യക്തി നിങ്ങളുടെ അമ്മയാവാം, അച്ഛനാവാം, മകനാവാം, മകളാവാം, ബ്രദറാവാം, സിസ്റ്റർ ആവാം, ഒപ്പം ജോലി എടുക്കുന്ന ആളാവാം, അടുത്ത വീട്ടിലെ ആളാവാം, ഫ്രണ്ട്സ് ആവാം, നിങ്ങളുടെ ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ ആരുമായിക്കൊള്ളട്ടെ. അപ്പോ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങളുടെ ഈഗോ നിങ്ങളുടെ ആ വ്യക്തിയോട് സോറി പറയാനോ അല്ലെങ്കിൽ കുറ്റമേറ്റു പറയാനോ സമ്മതിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കാൻ പോകുന്നത്, ഈ ബന്ധം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പ് പറയുന്നതാണോ നല്ലത്? അത് നമ്മൾ നോക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ അവരെന്താണ് ചെയ്യുക? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. എത്ര റെസനേറ്റ് ചെയ്യില്ലും ഇത് കണ്ടിട്ട് ഒരു ഡിസിഷനും നിങ്ങൾ എടുക്കരുത് കേട്ടോ. അപ്പോ ഓറക്കൽ മെസ്സേജ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഭഗവാനെ ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. എനർജി ഇങ്ങോട്ട് കിട്ടുന്നില്ല. നമ ശിവായ എന്ന് പറഞ്ഞപ്പോ ഒരു പച്ചം കാർഡ്സ് വീണു. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ 1 2 3 4 5 കാർഡുകളാണ് തന്നിട്ടുള്ളത്. ഇതില് ഒന്നാമത്തെ കാർഡ് പറയുന്നത് നിങ്ങൾ കുണ്ടലിനി യോഗ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. കുണ്ടലിനി 7 ചക്രങ്ങളാണ്. അപ്പൊ അതിനകത്ത് എനർജി ബ്ലോക്ക് ആവുമ്പോഴാണ് നമുക്ക് ശാരീരികവും മാനസികവും ആയിട്ടുള്ള അസുഖങ്ങൾ വരിക എന്നാണ് പറയുന്നത്. ചില സമയത്ത് നമ്മൾക്ക് ബന്ധങ്ങള് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ നമ്മളുടെ പ്രശ്നം ഉണ്ടാവും. നമ്മൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു, നമ്മൾക്ക് ഭയങ്കരമായ വൈരാഗ്യം തോന്നുന്നു ആളുകളോട്, ആളുകളെ റെസ്പെക്ട് ചെയ്യാൻ തോന്നുന്നില്ല. അങ്ങനെയൊക്കെ നമുക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ആളാണെങ്കിൽ പ്രത്യേകിച്ചും ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ കുണ്ടലിനി എനർജി ബ്ലോക്കുകൾ കൊണ്ട് അത് നമ്മളുടെ റിലേഷൻഷിപ്പിനെ വേറൊരു തരത്തിൽ എഫക്ട് ചെയ്യും. നമ്മൾ എത്രത്തോളം നമ്മൾ തെറ്റ് ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചാലും അപ്പുറത്ത് നിൽക്കുന്ന ആളോട് നമ്മൾ ചോദിച്ചാല്, ഞാനിപ്പോ ചോദിക്കുകയാണ്, നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ വ്യക്തിയോട് ചോദിച്ചാല് ആ വ്യക്തിക്ക് പറയാൻ പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു, അല്ലെങ്കിൽ നമ്മള് എന്താണ് ലോകരെ കാണിക്കുന്നത് എന്നതിലല്ല അർത്ഥം. ലോകര് നിങ്ങളെ എങ്ങനെ കാണുന്നു, മനസ്സിലായി? അതിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഭയങ്കര ഡീസന്റ് ആണ്, വളരെ നല്ലവരാണെന്ന് തോന്നിയാലും നമ്മളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾക്കും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉത്തരവാദിത്വം ഉണ്ടാവും. നമ്മൾ നല്ലതെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് അത് ചീത്തയായിട്ടായിരിക്കും തോന്നുന്നത് കേട്ടോ. അപ്പോ അതുകൊണ്ടാണ് ഇവിടെ കുണ്ടലിനി യോഗ ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഇവിടെയും യോഗയുടെ കാര്യം തന്നെയാണ് പറയുന്നത്. അതൊരു ഡിസിപ്ലിൻ കൊണ്ടുവരാനും. അടുത്തത് മെഡിറ്റേഷൻ. 3 കാർഡുകളും യോഗയുടെ കാർഡുകളാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മനസ്സിലാകുന്നില്ല, നിങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് യോഗ ചെയ്ത് മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ശാന്തമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും. നമ്മൾ ആ ഹൈപ്പർ ആവുന്നതും ആങ്സൈറ്റി ഇഷ്യൂസ് ഒക്കെ കുറച്ച് മാറും. അപ്പൊ വളരെ ശാന്തമായിട്ട് കാര്യങ്ങളെ അവലോകനം ചെയ്യാൻ നമുക്ക് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് അത് നിങ്ങളോട് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പൊ ആർക്കോ വളരെയധികം ഹൈപ്പറും ആങ്സൈറ്റി ഇഷ്യൂസും ഒക്കെ ഉള്ള ആരൊക്കെയോ ഈ റീഡിംഗ് കാണുന്നുണ്ട്. പിന്നെയുള്ള കാർഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങള് നിങ്ങളുടെ കർമ്മത്തിന്റെ ഫലമാണ്. അത് കർമ്മം പൂർവ്വജന്മത്തിലെ അല്ല, ഈ ജന്മത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള കർമ്മത്തിന്റെ ഫലമാണ് നിങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്നത്. ചിലപ്പം നമ്മള് എന്താ പറയാ, നമ്മളുടെ അച്ഛനമ്മമാരോട് എങ്ങനെയാണോ പെരുമാറിച്ച് അതായിരിക്കും നമ്മളുടെ മക്കൾ നമ്മളോട് പെരുമാറാൻ പോകുന്നത്. നമ്മളുടെ മക്കളോട് നമ്മൾ എങ്ങനെയാണ് അവരുടെ ചെറുപ്പത്തിൽ പെരുമാറിയത്, അതാണ് അവരെ ഒരു മുതിർന്നവരും നമ്മൾ പ്രായമാകുമ്പോഴും അത് തന്നെയാണ് നമ്മളുടെ മക്കൾ നമുക്ക് തിരിച്ചു തരാൻ പറ്റുന്നത്. പിന്നെ നമ്മളുടെ മക്കളോട് ചേർന്ന് നമ്മൾ ഭർത്താവിനെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാരെ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വീട്ടുകാരെ
നോക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ മക്കളും അത് തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. നമ്മളുടെ മക്കളെ എപ്പോഴും നമ്മൾ ആക്ഷനിൽ കൂടെ, നമ്മൾ അഡ്വൈസ് അല്ല കൊടുത്ത്, നമ്മൾ പ്രവൃത്തിയിലൂടെ കൂടെയാണ് മക്കളെ പഠിപ്പിക്കേണ്ടത്. അതാണ് നമ്മൾക്ക് മനസ്സിലാവാത്തത്. അപ്പൊ നമ്മളെ കൂടുന്ന അച്ഛനെ കുറിച്ച് മക്കളോട് കുറ്റം പറയുന്ന അമ്മയും, അമ്മയെ കുറിച്ച് മക്കളോട് കുറ്റം പറയുന്ന അച്ഛനും ഒരു കാലത്ത് ഇത് തന്നെ തിരിച്ച് ഇവരുടെ അടുത്തേക്ക് വരും എന്ന് മനസ്സിലാക്കണം. മനസ്സിലായി? നമ്മളുടെ അമ്മായിമ്മമാരോട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളുടെ മരുമക്കൾ നമ്മൾക്ക് തരുമെന്നും മനസ്സിലായോ? അപ്പൊ നമ്മള് ഒരു ഹിന്ദിയിലൊരു സീരിയൽ ഉണ്ടായി, സാസ് ബി കഭി ബഹൂജി എന്ന് പറഞ്ഞിട്ട്. വെച്ചാല് ഈ അമ്മായിയമ്മായിട്ടായിരിക്കുന്ന ആള് ഒരിക്കല് മരുമകളായിരുന്നു. അപ്പോ ഇതൊരു ചക്രമാണ്. നമ്മൾ കൊടുക്കുന്നത് നമുക്ക് കിട്ടും. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. നമ്മൾ എന്താണോ കൊടുത്തിട്ടുള്ളത് അത് തിരിച്ചു വരികയാണ്. അതാണ് നിങ്ങളിപ്പോ അനുഭവിക്കുന്നത് എന്നാണ് ഈ കർമ്മയുടെ കാർഡ് പറയുന്നത്. അവസാനത്തെ കാർഡ്, നിങ്ങൾ ക്ഷമയോടെ ഇരിക്കണം, നിങ്ങൾ ക്ഷമ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് നിങ്ങളെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള കുറെ കാര്യങ്ങളാണ്, നിങ്ങൾ ഇവോൾവ് ആവാനുള്ള കുറെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വരുത്തേണ്ട വ്യത്യാസങ്ങളെ തിരിച്ചറിയാൻ. പ്രശ്നം പുറത്തല്ല, പ്രശ്നം നമ്മളെ ഉള്ളിൽ തന്നെയാണ് എന്നൊരു തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓറക്കൽ മെസ്സേജ് നിങ്ങൾക്ക് വന്നത്. അതൊന്നല്ല, എല്ലാം അതിനോടനുബന്ധിച്ച കാർഡുകളാണ് വന്നത്. ഓൾറൈറ്റ്. അപ്പോ നിങ്ങൾ മാപ്പ് പറയുന്നതാണോ നല്ലത്? അതാണ് നമ്മളുടെ ചോദ്യം. നമുക്കത് ഉത്തരം നോക്കാം. ഭഗവാനെ, ഓം നമ ശിവായ. നിങ്ങള് പ്രശ്നമുള്ള വ്യക്തിയോട് മാപ്പ് പറയുന്നതാണോ നല്ലത്? അതാണ് നമ്മൾ നോക്കുന്നത്. ഈ പ്രശ്നം നിങ്ങളായിട്ട് ഉണ്ടാക്കിയതാണോ? അല്ലെങ്കിൽ ആ വ്യക്തി പ്രശ്നം തുടങ്ങി വെച്ചു, നിങ്ങൾ അത് വഷളാക്കി, അങ്ങനെ ഒരു അവസ്ഥയാണോ? എന്തായാലും നിങ്ങൾ മാപ്പ് പറയണോ വേണ്ടയോ? ഇതാണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ, ഓം നമ ശിവായ. ഭഗവാനെ, ഓം നമ ശിവായ. നൈറ്റ് ഓഫ് വാൻസ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. നൈറ്റ് ഓഫ് വാൻസ് അപ്രൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ എക്സൈറ്റ്മെന്റ് ഉള്ള, വളരെ ഊർജ്ജസ്വലതയോടെ ഓരോ കാര്യങ്ങളിൽ ചെന്ന് കയറുന്ന ഒരാള്. ചിലപ്പോൾ അത് ബന്ധങ്ങളിലായിരിക്കാം, ചിലപ്പോൾ ഒരു ജോലിയുടെ കാര്യത്തിനായിരിക്കാം. എന്തായാലും ഒരു അഡ്വെഞ്ചറസ്, ചാലഞ്ചസ് ഇഷ്ടപ്പെടുന്ന, വളരെ അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നൈറ്റ് ഓഫ് വാൻസ്. അത് തിരിച്ച് റിവേഴ്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ റിവേഴ്സ് എന്ന് പറയുമ്പോ ഇവിടെ ഈ എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല. അതാണ് ഇവിടെ യെസ് കാർഡ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അപ്രൈറ്റ് വന്നിരുന്നെങ്കിൽ നിങ്ങൾ ചെന്ന് മാപ്പ് പറയണം, അതാണ് നല്ലത് എന്ന് പറഞ്ഞേനെ. പക്ഷെ ഇവിടെ റിവേഴ്സ് വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ മാപ്പ് പറഞ്ഞാലും ഈ പ്രശ്നം സോൾവ് ആകില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് മാപ്പ് പറയാം, പക്ഷെ പ്രശ്നം വളരെ വഷളായിരിക്കുന്ന ഈ അവസ്ഥയിൽ നിങ്ങൾ മാപ്പ് പറയുക എന്നൊരു കാര്യം കൊണ്ട് ഇവിടെ പ്രശ്നം സോൾവ് ആകില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് വലിയൊരു പ്രശ്നമാണ്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഈ പ്രശ്നം ഭയങ്കരമായിട്ട് ഇപ്പൊ വഷളായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു കൺട്രോളും ഇല്ല. ഇനി നിങ്ങൾ മാപ്പ് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കാര്യം ഇത് കൈവിട്ടു പോയി. അപ്പോ ചില സമയത്ത് എന്ത് പറ്റുന്നറിയോ, നമ്മളുമായിട്ട് ബന്ധത്തിലിരിക്കുന്ന ആളെ നമ്മള് വേറൊരു പരസ്ത്രീയുടെ പേര് പറഞ്ഞ്, അല്ലെങ്കിൽ പരപുരുഷന്റെ പേര് പറഞ്ഞ് നമ്മളുടെ ഉള്ളിലൊരു ചിന്തയുണ്ട് ഇവര് തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന്. അപ്പൊ നമ്മളുടെ സന്തോഷകരമായ ജീവിതം കണ്ടിട്ട് മറ്റുള്ളവര് നമ്മളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി, അത് നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ വ്യക്തികളെ കുറിച്ച് കുറ്റം പറയുന്നവര്, അല്ലെങ്കിൽ നമ്മൾ നോക്കി ചിരിച്ചു കാണിക്കുന്ന എല്ലാവരും നമ്മളുടെ നല്ലതിന് വേണ്ടിയിട്ടല്ല അത് ചെയ്യുന്നത്. അവരുടെ ഒരു മനസുഖത്തിന് വേണ്ടിയിട്ടും നിങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കണം എന്നൊരു ഉദ്ദേശത്തോടും കൂടിയിട്ടാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മളുടെ കൂടെയുള്ള വ്യക്തികളെയാണ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഇങ്ങനെ വരുന്ന ചെന്നായികളെയും നമ്മൾ കൂടെ മനസ്സിലാക്കണം കേട്ടോ. അല്ലാതെ വല്ലവരും പറയുന്നു എന്ന് കേട്ടിട്ട് നമ്മൾ എടുത്തു ചാടി പ്രവർത്തിക്കരുത്. നിങ്ങൾ അങ്ങനെ എന്തോ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, നമ്മളുടെ വ്യക്തിയുടെ കൂടെ വർക്ക് ചെയ്യുന്നവരും അല്ലെങ്കിൽ എല്ലാവരുമായിട്ടും വ്യക്തിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് വിചാരിക്കുന്നതൊക്കെ വളരെ മണ്ടത്തരമാണ്. അതൊന്നും ശരിയാവണമെന്നില്ല. അവരുടെ അടുത്ത് പരിചയമുള്ളവർ, അവരുടെ വീട്ടുകാർ തന്നെ ചിലപ്പോൾ പറയും നിങ്ങളോട് അങ്ങനെ ഒരു ബന്ധം ഉണ്ടെന്നൊക്കെ. പക്ഷെ അതൊക്കെ നിങ്ങളും അവരുമായിട്ട്, നിങ്ങളുടെ വ്യക്തിയുമായിട്ട് തെറ്റാനുള്ള അവർക്കൊരു പേഴ്സണൽ സെൽഫിഷ് ഒരു മോട്ടീവ് ഉണ്ട് അതിന്റെ പുറകില്. അത് ആണ് ഇവർ ചെയ്യുന്നത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം നിങ്ങൾക്ക് വേണം.
എന്തുകൊണ്ടാണ് ഇവിടെ ഒരു നൈറ്റ് ഓഫ് വാൺസ് പറഞ്ഞത്? അപ്പൊ നിങ്ങളോട് ഇനി നിങ്ങൾ സോറി പറഞ്ഞിട്ട് കാര്യമില്ല, വായി തോന്നുന്ന എല്ലാം പറയുക, വ്യക്തിയെ തെറ്റിദ്ധരിക്കുക, മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് വ്യക്തിക്ക് എതിരായിട്ട് നിൽക്കുക, ഇതൊന്നും ചില മനുഷ്യര് മറക്കില്ല. അവരുടെ മനസ്സിൽ വളരെ ആഴത്തിൽ മുറിവുണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തൊക്കെ മരുന്ന് കൊടുത്തിട്ടും എന്തൊക്കെ ട്രൈ ചെയ്താലും ആ ഒരു മുറിവ് ഒരിക്കലും ഉണങ്ങില്ല. ഒരു വിവാഹ ജീവിതമാകുമ്പോൾ ചിലപ്പോ അത് ആ മുറിവ് ഉണങ്ങിയതായിട്ട് ഇവർ അഭിനയിക്കാം, പക്ഷെ പിന്നീട് നമ്മളെ പഴയ പോലെ അവർക്ക് സ്നേഹിക്കാൻ പറ്റണം അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റണം എന്നില്ല. അപ്പൊ വളരെ സൂക്ഷ്മതയോടെ നമ്മൾ ഡീൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ എല്ലാ പേഴ്സണൽ റിലേഷൻഷിപ്പും. അത് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ ലവേഴ്സിനെയും കാണിക്കുന്നുണ്ട്, സൺ കാർഡും. ഇവിടെ രസം എന്താന്ന് വെച്ചാല് ഇതൊരു വളരെ നന്നായിട്ട് പോയിരുന്ന ഒരു ബന്ധമാണ്, വളരെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ, വളരെ സ്നേഹത്തോടെ, വളരെ എന്താ പറയാ ഒരുമയോടെ പോയിരുന്ന രണ്ടുപേരാണ്. ഇത് ആരുമായിക്കോട്ടെ, നിങ്ങളുടെ ആരുമായിക്കോട്ടെ, ഇത് അങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ട് രണ്ട് ഫ്രണ്ട്സ് ആവാം. ഇത് വളരെ സ്വരുമയോടെ പോയി കഴിയുമ്പോഴാണ് അതിനിടയ്ക്ക് വളരെ സന്തോഷവുമുണ്ട്. നിങ്ങളുടെ ബന്ധമായിരുന്നു നിങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷവും വിശ്വാസവും. അതിനിടയിലാണ് ആരോ വന്ന് പാര വെച്ച് ഇതിപ്പോ കോളമായിട്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാല് ഇത് ലവേഴ്സ് ജെമിനായി ആണിത്, ഇത് സൺ കാർഡാണ്, ഇത് ലിയോ ആണ്. അപ്പോ ആവണം എന്നില്ല, എന്നാലും ഞാൻ ആ സോഡിയാക് സയൻസ് പറഞ്ഞത് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ്. അപ്പോ ഇങ്ങനെ ഒരു നല്ലൊരു ബന്ധത്തിലാണ് നിങ്ങൾ ആരോ നഞ്ച് കലക്കി, നഞ്ച് എന്ന് പറഞ്ഞാൽ വിഷമാണ്, വിഷം കലക്കിയതാണ്. ഇതിപ്പോ നിങ്ങൾ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നൊരവസ്ഥയിലാണ്. നിങ്ങൾക്ക് ഇവിടെ സോറി പറയണം എന്നുണ്ട്, മാപ്പ് പറയണം എന്നുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ വല്ല ഗുണമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ല എന്നാണ് പറയുന്നത്. പറയണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, പക്ഷെ ഇത് ഒരു വളരെ വഷളായ ഒരു അവസ്ഥയാണെന്നാണ് പറയുന്നത്. ഇനി ഇവര് എന്ത് ആക്ഷൻ ആണ് എടുക്കാൻ പോകുന്നത്? നിങ്ങളുടെ വ്യക്തി ഈ ഒരു അവസ്ഥയിൽ എന്ത് ആക്ഷൻ ആണ് എടുക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അവരുടെ ആക്ഷൻ ചോദിച്ചപ്പോ സൺ കാർഡ് വന്നിട്ടുണ്ട്, 10 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്, 6 ഓഫ് സ്വേർഡ്സ് വന്നിട്ടുണ്ട്, ഏസ് ഓഫ് പെന്റക്കിൾസ്, സോറി, ഏസ് ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് ആണ്, 6 ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് ആണ്, 4 ഓഫ് സ്വേർഡ്സ് ആണ് റിവേഴ്സ് ആണ്, പിന്നെ 2 ഓഫ് കപ്സും റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന കാര്യം എന്താണെന്നറിയാവോ? ഈ പറയുന്നത് സന്തോഷം, ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ, നിങ്ങളുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബന്ധത്തിന്റെ സന്തോഷമാണെന്ന് തിരിച്ചറിവുള്ള ഒരാളാണ് നിങ്ങളുടെ വ്യക്തി. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് സോൾവ് ചെയ്ത് മുമ്പോട്ട് പോകാം എന്ന് തന്നെയാണ് ഈ വ്യക്തി പറയുന്നത്. 6 ഓഫ് സ്വേർഡ്സ് ആണ് വന്നിരിക്കുന്നത്. 6 ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കി നമുക്ക് ശാന്തമായ ഒരു ബന്ധത്തിലേക്ക് പോകാം എന്ന് വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. വ്യക്തി റിലേഷൻഷിപ്പ് വിടാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിലാണ് വ്യക്തിയുടെ സന്തോഷം. പക്ഷേ വ്യക്തി പറയുന്നത് നമ്മൾ ആവശ്യമില്ലാത്ത സംസ്കാരം, ഏസ് ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് ആണ്, നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ തുടങ്ങണ്ട, ഇനി ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ വേണ്ട, ഇതിനെക്കുറിച്ച് മാപ്പ് പറയുകയോ ഇതിനെക്കുറിച്ച് അയ്യോ ഇതുകൊണ്ടാണ്, ചിലര് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ സാധ്യം എക്സ്ക്യൂസ് പറയാൻ തുടങ്ങും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടാണ്. പക്ഷെ ആ എക്സ്ക്യൂസിൽ ഒരിക്കലും അവര് ഏറ്റെടുക്കില്ല ഈ കാര്യത്തിന്റെ, ഇവരാണ് കാര്യം ഉണ്ടാക്കിയതെന്ന്, പ്രശ്നം ഉണ്ടാക്കിയെന്ന കാര്യം ഇവര് സമ്മതിക്കില്ല. പക്ഷെ അതിന് പകരം ഞാൻ ഇങ്ങനെ ചെയ്ത് അതുകൊണ്ടാണെന്ന് പറഞ്ഞു തുടങ്ങും. അത് വേറൊരു പ്രശ്നത്തിലേക്ക്, പിന്നെയും വാക്കുതർക്കത്തിലേക്ക്. അതുകൊണ്ട് വ്യക്തി പറയുന്നത് നമ്മൾക്ക് ഇതിനെക്കുറിച്ച് ഇനി സംസാരിക്കണ്ട എന്നാണ്. നല്ല വിവരമുള്ള ഒരാളാണ് നിങ്ങളുടെ വ്യക്തി, സംസാരിക്കണ്ട എന്നാണ് ഈ വ്യക്തി പറയുന്നത്. ഇവിടെ ജയവും വിജയവും അല്ല നമുക്ക് ജയവും പരാജയവും അല്ല നമുക്ക് നോക്കേണ്ടത്. എന്ന് വെച്ചാൽ ഒരു ബന്ധത്തിന്റെ എന്താണ് ഗോൾ എന്ന് വളരെയധികം അറിവുള്ള ഒരാളാണ് നിങ്ങളുടെ വ്യക്തി. ഈ വ്യക്തി പറയുന്നത് നമ്മളുടെ രണ്ടുപേരുടെയും ഗോൾ ഒന്നാണ്, നമ്മളുടെ റിലേഷൻഷിപ്പിന്റെ സക്സസ്ഫുൾ ആയ മുമ്പോട്ട് പോക്ക്, നമ്മളുടെ മക്കളുടെ ഭാവി, അല്ലെങ്കിൽ ചിലപ്പോ അമ്മയും മകനോ അമ്മയും മകളോ ആരോ, നിങ്ങൾ ആരുമായിട്ടാണ് നിങ്ങൾ ഇത്, ലവർ തന്നെ ആവണമെന്നില്ല, ഫ്രണ്ട് ആവാം, ഞാൻ പറഞ്ഞു അത് ആ ഒരു. അപ്പൊ ഇത് പ്രശ്നം വഷളാക്കാൻ ഇവർ ചിലപ്പോ പണ്ടേയുള്ള ബന്ധങ്ങളായിരിക്കാം. അപ്പോ ബന്ധങ്ങൾക്ക് വളരെയധികം വില കൊടുക്കുന്ന ഒരാളാണ് നിങ്ങളുടെ അപ്പുറത്ത് നിൽക്കുന്ന ആൾ. ആരാമായിട്ടാണോ നിങ്ങൾ പ്രശ്നമുള്ളത് ആ വ്യക്തി നല്ല വിവരമുള്ള ഒരാളാണ്. അപ്പൊ വ്യക്തി പറയുന്നത് നമുക്ക് ഇതിനകത്ത് ജയവും പരാജയവും ഒന്നും നമുക്ക് നോക്കണ്ട, ഇനി അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കണ്ട. പക്ഷേ എന്ന് വെച്ചാല് ഇത് പഴയ പോലത്തെ ഒരു ബന്ധമാവാൻ ഇനി പറ്റില്ല. കാരണം അത്രയും മുറിവ് ഈ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ബന്ധമൊന്നും ഒഴിയുന്നില്ല. ഇപ്പോഴും ചിലപ്പോൾ ഇത് ഫാമിലി ഫ്രണ്ട്സ് ആയിരിക്കാം, വർഷങ്ങളായിട്ട് പഴക്കമുള്ള ഫാമിലികൾ തമ്മിലുള്ള ബന്ധമായിരിക്കാം.
അപ്പൊ ഇത് നമ്മൾ ഈ തുടരാം, നമുക്ക് ആവശ്യങ്ങൾക്ക് ഞാൻ കൂടെ ഉണ്ടാവും, എല്ലാ കാര്യവും ഉണ്ട്. പക്ഷേ അന്നത്തെ പോലെ എനിക്ക് നിങ്ങളെ സ്നേഹിക്കാനോ വിശ്വസിക്കാനോ പറ്റില്ല എന്നാണ് നിങ്ങൾക്ക് ആരുമായിട്ടാണോ പ്രശ്നമുള്ളത് ആ വ്യക്തി പറയുന്നത് കേട്ടോ. അപ്പോ ഇതാണ് റീഡിംഗ് കാണിക്കുന്നത്. ഇവിടെ ലിയോ വന്നിട്ടുണ്ട്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, എക്വേറിയസ്, ലിബ്ര, ജെമിനായി, എക്വേറിയസ്, ലിബ്ര, ജെമിനായി, ഏറീസ്, ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതാണ്, ഒരു വാക്ക് നമ്മളുടെ വായിൽ നിന്ന് വീണ് കഴിഞ്ഞു, അത് ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അതുപോലെ തന്നെ നമ്മൾ നമ്മളുടെ വഴക്കുകൾ ചൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാല് നമുക്ക് വേണ്ട, ഈ ബന്ധം വേണ്ട എന്ന് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് എന്തും പറയാം, പിന്നെ നമ്മൾ അവരെ ഫേസ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ എന്നും കാണേണ്ടവരാകുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. വഴക്കിടുമ്പോഴും വായിൽ നിന്ന് വരുന്ന വാക്കുകളും പ്രവൃത്തികളും എല്ലാം വളരെ ചൂസ് ചെയ്ത് നമ്മൾ കാര്യങ്ങൾ മുമ്പോട്ട് നീക്കണമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്രാവശ്യം നിങ്ങൾ രക്ഷപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോകാതെ നിങ്ങളുമായിട്ട് സ്വരുമയോടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അത്രയും സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പൊ അത്രയും നിങ്ങൾ മുറിവ് കൊടുത്തു. നമ്മള് എത്രയും അടുത്താണ് അത്രയും ആയിരിക്കും നമ്മൾക്ക് ആഘാതം ഉണ്ടാകാൻ പോകുന്നത്. അകന്നു നിൽക്കുന്ന ആൾക്ക് നിങ്ങൾ ഉപേക്ഷിച്ചാലോ നിങ്ങൾ വഴക്ക് പറഞ്ഞാലോ എഫക്ട് ചെയ്യുന്നില്ല, എന്നും പറഞ്ഞാൽ ആ വ്യക്തി അങ്ങ് പോകും. പക്ഷെ കൂടെ നിൽക്കുന്നവർ, അത്രയും ക്ലോസ് ആയിട്ടുള്ളവർ, അത്രയും നിങ്ങൾ ആത്മാർത്ഥതയോടെ നോക്കുന്നവര് ഭയങ്കരമായിട്ട് ഹേർട്ട് വരും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോ സോറി പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. സോറി പറഞ്ഞില്ലെങ്കിലും ഈ ബന്ധം മുമ്പോട്ട് തന്നെ പോകും എന്നാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.